ഹലോ ഗൈസ്, നമ്മളിന്ന് മുറിഞ്ഞുപാടാണ്. എടവണ്ണപ്പാറ ചാലിയാർപ്പുഴയാണ് ഇതിൻ്റെ തീരത്ത് കൂടെ. ചാലിയാർപ്പുഴേൻ്റെ തീരത്ത് കൂടെയാണ് ഇത് കിടക്കുന്നത്. നല്ലൊരു ടൂറിസ്റ്റിക് പ്ലേസാണ്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. വൈകുന്നേര സമയമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് അതിന് സൈഡിലൂടെ വണ്ടി കൊടുക്കണം. ബൈക്ക്, കാറ് കാര്യങ്ങളൊക്കെ വരും. വണ്ടി ഓട്ടോണ്ട് വണ്ടിക്ക് കൊണ്ട് വരുന്നുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ 3-4 ആൾക്കാരുണ്ട്. ഉണ്ട്, മാമനുണ്ട്, കേശിടി ഉണ്ട്. നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ വന്നിങ്ങനെ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ, അങ്ങനെ വെറുതെ ഒരു റിലാക്സേഷനുള്ള പറ്റിയ നല്ല സ്ഥലമാണ്. ബോട്ട് സർവീസൊക്കെ ഉണ്ട് ഇതിൽ. ഒരുപാട് ആൾക്കാർ ബോട്ട്, തോണി, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. സ്പോട്ടിങ്ങും ഇല്ല, പക്ഷേ പിന്നെ നമുക്ക് ബോട്ട് റൈഡ് ചെയ്യാം. നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല ബോട്ട് റൈഡൊക്കെ ഉണ്ട്. അങ്ങനെ കണ്ടിരിക്കാൻ രസമാട്ടോ. ഒരു തോണിയിലിങ്ങനെ എന്തോ പരിപാടിയാണ്, അവർ മീൻ പിടിക്കുകയാണ്, എന്തോ ആണോ സംഭവം നടക്കുന്നത്. കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അതാണ് ആ ബോട്ട്, ഞാൻ പറഞ്ഞ ബോട്ട് സർവീസ് അതാണ്. അത് കണ്ടോ, നല്ല ലൈറ്റും പാട്ടൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഫാമിലിക്ക് ഒരു ഫുള്ള് സെറ്റ് ആൾക്കാർക്ക് കയ്യിൽ പോവാം. ഒരുപാട് ആൾക്കാർ അതിൽ പോകുന്നുണ്ട്. ഞങ്ങളതിൽ പോയിട്ടില്ല. അത് പിന്നെ ആ തീരത്താണ്. അവിടെ പല ഭാഗത്ത് പോയാൽ കിട്ടും. അത് റോഡിൻ്റെ ആ സൈഡിലാണ്. പക്ഷെ നമുക്ക് ഈ ഭാഗത്തേക്ക് ബോട്ട് സർവീസ് ഇല്ല. അത് പിന്നെ ഇതിൻ്റെ ഈ റോഡിൻ്റെ ഈ പിന്നെ ചാലിയാറിൻ്റെ ഓപ്പോസിറ്റ് റോഡാണല്ലോ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയാൽ പിന്നെ ഇത് അടുത്ത ബോട്ട്. അങ്ങനെ ഒരുപാട് ബോട്ടുകളുണ്ട്. ഫാൻറ്റസി ഏതോ മോശമാണ്. ടീച്ചേഴ്സ് ആകുമ്പോൾ പാട്ടൊക്കെ പഠിച്ചോണ്ടേ പിന്നെ പാടാൻ പിന്നെ അതങ്ങട് ഒരുമാതിരി അതാ പിന്നെ ചെറിയ ബോട്ട്, ചവിട്ടുന്ന ബോട്ട് അടിപൊളിയാണ്. അത് ബോട്ടുകൾ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങനെ ഒരുപാട് ബോട്ടുകളുണ്ട് ഇവിടെ. ശരിക്കും ഒരു ഫാമിലി ആയിട്ട് വന്നാൽ നല്ല എൻജോയ് ചെയ്യാനുള്ള ഏരിയകളുണ്ട്. പ്രശ്നമാണല്ലോ. ജാക്കറ്റ് പോലും ഇടാഞ്ഞിട്ട് അതിൽ ജാക്കറ്റൊക്കെ ഉണ്ട്.
അതാ വീണ്ടും അടുത്ത ബോട്ട് വീണ്ടും അങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. അതിനകത്ത് തിങ്ങിയില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമായില്ലല്ലോ. ആദ്യം വിചാരിച്ചു വേറെന്തോ വിചാരിച്ചു വന്നല്ലേ. ഇതെന്താ വിചാരിച്ചു വന്നത്?